ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് LP-UP സ്കൂൾ അസിസ്റ്റൻ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് സെറ്റ് 10 ആണ്. അപ്പോൾ ഇതിനു മുമ്പുള്ളത് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം, കാണുക കേട്ടോ. അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: കുട്ടികളെ ഭാഷ പഠിപ്പിക്കുകയല്ല, പഠിക്കാനുള്ള അവസരം നൽകുകയാണ് വേണ്ടത് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? നോം ചോസ്കി. അടുത്ത ചോദ്യം: ബോധമണ്ഡലത്തിലെ അനുഭവങ്ങൾ പഠിക്കാൻ വേണ്ടിയുള്ള ആത്മപരിശോധനാ രീതി വികസിപ്പിച്ചെടുത്തത് ആരാണ്? ബോധമണ്ഡലത്തിലെ അനുഭവങ്ങൾ പഠിക്കാൻ വേണ്ടിയുള്ള ആത്മപരിശോധനാ രീതി എടുത്തത് ആരാണ്? ഉത്തരം W. വൂണ്ട്. അടുത്ത ചോദ്യം: കുട്ടികളെ കൊച്ചു ശാസ്ത്രജ്ഞർ എന്ന് വിളിച്ചതാര്? പിയാഷെ. കുട്ടികളെ കൊച്ചു ശാസ്ത്രജ്ഞർ എന്ന് വിളിച്ചതാര്? പിയാഷെ. അടുത്ത ചോദ്യം: ബുദ്ധി പരീക്ഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ബുദ്ധി പരീക്ഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആൽഫ്രഡ് ബിനെ. ബുദ്ധി പരീക്ഷയുടെ പിതാവ് ആൽഫ്രഡ് ബിനെ. അടുത്ത ചോദ്യം: എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ദീപത്തിനെ മറ്റൊരു ദീപം തെളിയിക്കാനാകുമെന്ന് പറഞ്ഞത് ആരാണ്? ടാഗോർ. എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ദീപത്തിനെ മറ്റൊരു ദീപം തെളിയിക്കാനാകുമെന്ന് പറഞ്ഞത് ആരാണ്? ടാഗോർ. അടുത്ത ചോദ്യം: ഫ്രോയിഡിയൻ മനഃശാസ്ത്രം അനുസരിച്ച് എല്ലാ മാനസിക ഊർജങ്ങളുടെയും ഉറവിടം എന്താണ്? ഇത്. അടുത്ത ചോദ്യം: കേരള വിദ്യാഭ്യാസ നിയമം രൂപീകൃതമായ വർഷം 1958. കേരള വിദ്യാഭ്യാസ നിയമം രൂപീകൃതമായ വർഷം 1958. അടുത്ത ചോദ്യം: കുട്ടികളുടെ ജിജ്ഞാസ പ്രകൃതിയുടെ സമ്മാനമാണെന്നും അത് അധ്യാപകൻ കഴിയുന്നത്ര പ്രയോജനപ്പെടുത്തണമെന്നും പറഞ്ഞത് ആരാണ്? ജെറോമസ് ബ്രൂണർ. കുട്ടികളുടെ ജിജ്ഞാസ പ്രകൃതിയുടെ സമ്മാനമാണെന്നും അത് അധ്യാപകൻ കഴിയുന്നത്ര പ്രയോജനപ്പെടുത്തണമെന്നും പറഞ്ഞത് ആരാണ്? ജെറോം എസ് ബ്രൂണർ. അടുത്ത ചോദ്യം: അറിവ് ഒരു ഉൽപ്പന്നമല്ല, ഒരു പ്രക്രിയയാണ്. കുട്ടിയെ പഠിക്കാൻ പഠിപ്പിക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ബ്രൂണർ. അടുത്ത ചോദ്യം: മിനിസോട്ട സ്പേഷ്യൽ ടെസ്റ്റ് അളക്കുന്നത് എന്തിനെയാണ്? മിനിസോട്ട സ്പേഷ്യൽ ടെസ്റ്റ് അളക്കുന്നത് എന്തിനെയാണ്? അഭിരുചി. അഭിരുചിയെ അളക്കുന്നതാണ് മിനിസോട്ട സ്പേഷ്യൽ ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ 10 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി തോന്നിയാൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ കറണ്ട് അഫെയറിൻ്റെ ഒരു സീരീസ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അത് LP-UP അസിസ്റ്റന്റിന് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലാത്തവർ കാണുക. താഴെ ഞാൻ അതിൻ്റെ ഒരു ലിങ്ക് ഇട്ടേക്കാം കേട്ടോ. താങ്ക് യു.